ഹായ്, ഇതെന്റെ ഫസ്റ്റ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ ഒരു ട്യൂട്ടോറിയലായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം എൻ്റെ വക എല്ലാവർക്കും ഒന്ന് സ്റ്റിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ചുകൾ ഞാൻ പറഞ്ഞുതരാമെന്ന് ഓർത്തു. കുറച്ച് മാത്രം 2-3 സ്റ്റിച്ചുള്ളൂ. സിംഗിൾ ക്രോഷ, ഡബിൾ ക്രോഷ ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷ. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ലില്ലി ഉണ്ടാക്കാനാണ്. അപ്പോൾ ലില്ലിയുടെ ലീഫൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഫസ്റ്റ് പഠിക്കേണ്ട കുറച്ച് സ്റ്റിച്ചുകളുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനുള്ളതാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച്, ഡബിൾ ക്രോഷ, ഹാഫ് ഡബിൾ ക്രോഷ, പിന്നെ ഇതിന് വേണ്ടിയിട്ടൊരു ചേഞ്ച് ഓഫ് ഹാഫ് ഡബിൾ ക്രോഷയും കൂടെ വേണം. അപ്പോൾ ഇത്തരം സ്റ്റിച്ചുകൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്ക് ലില്ലി പഠിപ്പിച്ചു തന്നാൽ മതിയല്ലോ. അപ്പോൾ നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ബേസിക് സ്റ്റിച്ചിൽ പെടുന്നതാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന യാൺ ആക്രിലിക് യാണാണ്, 4 പ്ലൈ യാണാണ്. അതുപോലെ 2.5 mm ഹൂക്ക് സൈസ് ഹൂക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ ആദ്യം എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 2 ഫിംഗറിലൂടെ നമ്മളൊരു എക്സ് ഷേപ്പിൽ ചുറ്റുക. അപ്പോൾ ഇതിങ്ങനെ ചുറ്റുക, ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നെക്സ്റ്റ് ആ ഒരു ചെയിനിൽ കൂടെ ഒരു ലൂപ്പിൽ കൂടെ മറ്റു ലൂപ്പിലേക്ക് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കുക. ദെൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 2 ഫിംഗറിലേക്ക് കൂടെ ചുറ്റുക. ദെൻ ഒരു ചെയിനിൽ കൂടെ മറ്റേ ലൂപ്പിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ യാൺ പിടിക്കാൻ പഠിക്കണം. എൻ്റെ ഫിംഗർ ഒന്ന് നോക്കാൻ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഹൂക്ക് ഇങ്ങനെ എടുത്തിട്ട് മറ്റേ യാണിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വലിക്കാം. ഇതാണ് ഫസ്റ്റത്തെ ചെയിൻ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ചെയിൻ ആയി. അപ്പോൾ ഇതൊരു അങ്ങനെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ചെയിൻ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ഹൂക്ക് ചുറ്റിയിട്ട് യാണിൽ ചുറ്റിയിട്ട് ഇങ്ങനെ വലിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചെയിനായി. ഇപ്പോൾ 3ാമത്തെ ചെയിനായി. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ക്രോഷറ്റ് കുറച്ചും കൂടി ഈസിയാവും. അപ്പോൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ക്ലാസ് മാത്രമല്ല വേറെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എൻ്റെ ഇത് നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ലെങ്കിൽ വേറെ ചാനൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ലില്ലി ഉണ്ടാക്കുന്ന സംഭവം ചെയ്തപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ലില്ലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 19 സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് പഠിക്കാനുള്ളത് സിംഗിൾ ക്രോഷയാണ്. സിംഗിൾ ക്രോഷ സെയിം ഈസി തന്നെയാണ്. അപ്പോൾ അതിനും ബേസ് ആയിട്ട് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷ ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് മാർക്ക് ഇട്ടിരിക്കുന്നത് ലില്ലി ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞാൻ എടുക്കുന്നതാണ് വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ 2ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്യേണ്ടത്. അപ്പോൾ സിംഗിൾ ക്രോഷ ചെയ്യാനായിട്ട് ഞാൻ സെക്കൻഡ് സ്റ്റിച്ചിൽ എടുത്തിട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ നടുക്കിൽ കൂടെ ഹൂക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിൽ ചുറ്റിയിട്ട് വരയ്ക്കണം. ഇങ്ങനെയാണ് ചുറ്റേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ആ 2 ലൂപ്പിൽ നിന്ന് നമുക്ക് യാണ് ചുറ്റിയിട്ട് വലിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ സിംഗിൾ ക്രോഷയും ചെയ്യേണ്ടത്. ഒന്നും കൂടെ നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു നടുക്കിൽ കൂടെ കയറ്റുക. നടുക്കിലെ പോർഷനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഹൂക്ക് യാണ്ട് ചുറ്റിയിട്ട് ലൂപ്പിൽ നിന്ന് വലിച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹാഫ് ഡബിൾ ക്രോഷ നമ്മൾ സിംഗിൾ ക്രോഷ പോലെയല്ല. ആദ്യം യാണൊന്ന് ചുറ്റുക, ദെൻ നടുക്കിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, ദെൻ യാൺ ചുറ്റിയിട്ട് വലിക്കുക, ദെൻ 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിൽ നിന്നും യാൺ ചുറ്റിയിട്ട് പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ. ഒന്നും കൂടെ മെത്തേഡ് കാണിച്ചു തരാം. യാണൊന്ന് ചുറ്റുക, ദെൻ നടുക്കിൽ കൂടെ ഒന്ന് യാൺ വലിച്ച് എടുത്തിട്ട് 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിൽ നിന്നും വലിച്ചെടുക്കുക. നമുക്ക് ഡബിൾ ക്രോഷ നോക്കാം. ഹാഫ് ഡബിൾ ക്രോഷ പോലെ തന്നെയാണ്. യാണൊന്ന് ചുറ്റിയിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നടുക്കിൽ ഇൻസേർട്ട് ചെയ്തിട്ട് യാണൊന്ന് ചുറ്റി വലിക്കുക, ദെൻ 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിൽ നിന്നും അത് 2 ലൂപ്പിൽ നിന്നും പുറത്തെടുക്കുകയാണ്. ദെൻ ബാക്കി 2 പുറത്തെടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലാണ് നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ പറയാം. ഇത് നമ്മുടെ ലില്ലിക്ക് വേണ്ടതാണ്. ഹാഫ് ഡബിൾ ക്രോഷ പോലെ തന്നെ യാൺ ചുറ്റിയിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നടുക്കിൽ കൂടെ യാൺ വലിച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു ലൂപ്പിൽ മാത്രം മറ്റേ ഹാഫ് ഡബിൾ ക്രോഷ എന്ന് പറഞ്ഞാൽ 3 ലൂപ്പിൽ നിന്ന് വലിക്കണം. 1 ചെയിൻ ഹാഫ് ഡബിൾ ക്രോഷ എന്ന് പറഞ്ഞാൽ 1 ലൂപ്പിൽ നിന്നും പുറത്തെടുക്കുക. ദെൻ ബാക്കി 3 ലൂപ്പ് ഉണ്ടാവും. ആ 3 ലൂപ്പിൽ നിന്നും കംപ്ലീറ്റ് പുറത്തെടുക്കുക. ഇതാണ് 1 ചെയിൻ ഓഫ് ഹാഫ് ഡബിൾ ക്രോഷ. ഈ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ പാറ്റേണിനും ആവശ്യമില്ല, ലില്ലിക്ക് ആവശ്യമുണ്ട്. അതാണ് ഞാനിതിൽ കാണിച്ചത്. മെയിനായിട്ടും ചെയിൻ സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷ, ഡബിൾ ക്രോഷ, സിംഗിൾ ക്രോഷ, ഇത്തരം ചെയിനുകളാണ് മെയിനായിട്ടും നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ. അപ്പോൾ നമുക്ക് ലില്ലി ഉണ്ടാക്കാനായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഈ സ്റ്റിച്ചുകൾ കണ്ടിട്ട് വേണം ആ വീഡിയോ കാണാൻ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ സ്റ്റിച്ച് പഠിക്കാം. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒപ്പം നിങ്ങൾക്ക് ലില്ലി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.